ലാപ്ലാസ് ട്രാൻസ്ഫോമിന്റെ തന്നെ ഒരു പ്രോപ്പർട്ടിയാണ് ലീനിയറിറ്റി പ്രോപ്പർട്ടി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലാപ്ലാസ് ട്രാൻസ്ഫോമിന്റെ കുറേ ഫോർമുലാസ് പഠിച്ചായിരുന്നു. ആ ഫോർമുല യൂസ് ചെയ്ത് കുറേ കുഞ്ഞു ക്വസ്റ്റ്യൻസും ചെയ്തു. ഇനി ലാപ്ലാസ് ട്രാൻസ്ഫോമിന് കുറേ ബേസിക് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഒരു 5 പ്രോപ്പർട്ടി പഠിക്കാനുണ്ട്. അപ്പോൾ ആ പ്രോപ്പർട്ടി പഠിച്ചാലേ ആ പ്രോപ്പർട്ടിയും ഈ ഫോർമുലയും കൂടി ചേർന്നാലേ നമുക്ക് ലാപ്ലാസ് ട്രാൻസ്ഫോമിന്റെ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്ന് ആദ്യം പഠിക്കാൻ പോകുന്നത് ലീനിയറിറ്റി പ്രോപ്പർട്ടി. അപ്പോൾ ലീനിയറിറ്റി പ്രോപ്പർട്ടിയുടെ പ്രോബ്ലം എന്താണെന്ന് നോക്കാം. ലാപ്ലാസ് ട്രാൻസ്ഫോമിന് നമ്മൾ കുറേ ഫോർമുല പഠിച്ചു. ലാപ്ലാസ് ട്രാൻസ്ഫോം എന്താണെന്ന് പഠിച്ചു. ലാപ്ലാസ് ട്രാൻസ്ഫോമിനകത്തുള്ള കുറേ റിസൾട്ടുകളും പഠിച്ചു. ആ റിസൾട്ട് യൂസ് ചെയ്ത് കുഞ്ഞു കുഞ്ഞു പ്രോബ്ലംസും ചെയ്തു. ഇനി നമ്മൾ പ്രോപ്പർട്ടി ഓഫ് ലാപ്ലാസ് ട്രാൻസ്ഫോം, ലീനിയറിറ്റി പ്രോപ്പർട്ടി, നമുക്കിനി പഠിക്കാൻ കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിൽ ആദ്യത്തെ പ്രോപ്പർട്ടി ലീനിയറിറ്റി പ്രോപ്പർട്ടി എന്താണെന്ന് പറയുവാണ്. അപ്പോൾ ഫസ്റ്റ് പ്രോപ്പർട്ടി, ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എ ഇൻറ്റു എഫ് ഓഫ് ടി പ്ലസ് ബി ഇൻറ്റു ജി ഓഫ് ടി. അതായത് ലാപ്ലാസ് ട്രാൻസ്ഫോം ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിട്ട് വരുന്ന ക്വസ്റ്റിനകത്ത് ഇതുപോലെ ഒരു സമ്മേഷൻ ഉണ്ടെങ്കിൽ, പ്ലസ് എന്നൊരു സിമ്പിൾ ഉണ്ടെങ്കിൽ നമുക്കതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അതാണ് ലീനിയറിറ്റി പ്രോപ്പർട്ടി പറയുന്നത്. അതായത് എ പുറത്തേക്ക് എടുക്കുക. ഒരു കോൺസ്റ്റന്റ് ഇല്ല, ആ കോൺസ്റ്റന്റ് അങ്ങനെ ഉണ്ടെങ്കിൽ ആ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ്റെ കൂടെ ഒരു കോൺസ്റ്റന്റ് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് പുറത്തിടാം. ഇൻറ്റു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി എന്ന് എഴുതാം. പ്ലസ് ഈ പ്ലസ് ആണ് നമ്മൾ അടുക്കിട്ടേക്കുന്നത്. പ്ലസ് ബി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ഇല്ല, അപ്പോൾ ബി ഇൻറ്റു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ജി ഓഫ് ടി എന്നുള്ള രീതിയിൽ എഴുതാം. ഇതിനെയാണ് ലീനിയറിറ്റി പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അതായത് നടുക്ക് പ്ലസ്സോ മൈനസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കതിനെ സ്പ്ലിറ്റ് ചെയ്ത് ലാപ്ലാസ് ട്രാൻസ്ഫോം ഫൈൻഡ് ചെയ്യാം. അപ്പം ഈ പ്രോപ്പർട്ടി ബേസ് ചെയ്തിട്ട് 1-2 പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. ഇനി ഈ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഈ ഫോർമുലാസ് യൂസ് ചെയ്ത് കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. ഫൈൻഡ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഫോളോയിങ് ഫംഗ്ഷൻ. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഇ റൈസ് ടു 2t പ്ലസ് 3e റൈസ് ടു -t പ്ലസ് 5. ഇതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഫൈൻഡ് ചെയ്യണം. അപ്പോൾ ലാപ്ലാസ് ട്രാൻസ്ഫോം ഫൈൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതാണ് എഫ് ഓഫ് ടി, തന്നേക്കുന്ന ഫംഗ്ഷനാണ് എഫ് ഓഫ് ടി. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി എന്നല്ലേ എഴുതുക. അപ്പോൾ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഈ തന്നേക്കുന്ന ഫംഗ്ഷൻ ഇ റൈസ് ടു 2t പ്ലസ് 3 ഇൻറ്റു ഇ റൈസ് ടു -t പ്ലസ് 5 ഇസ് ഈക്വൽ ടു, നമുക്കിൻ്റെ ഇടയ്ക്ക് സമ്മല്ലേ പ്ലസ് അല്ലേ കിടക്കുന്നത്. സോ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇ റൈസ് ടു 2t പ്ലസ് 3 ഒരു കോൺസ്റ്റന്റ് ആണ്. സോ 3 ഇൻറ്റു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇ റൈസ് ടു -t പ്ലസ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് 5, അല്ല 5 കോൺസ്റ്റന്റ് ആയതുകൊണ്ട് 5 ഇൻറ്റു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് 1 എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഇനി ഇതിൽ ഓരോന്നിൻ്റെയും ഫോർമുല അപ്ലൈ ചെയ്യാം. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇ റൈസ് ടു 8t എന്തായിരുന്നു ഫോർമുല? 1/s മൈനസ് a. അപ്പം ഇ റൈസ് ടു 2tൻ്റെ ഫോർമുല എന്തായിരിക്കും? 1/s - 2 പ്ലസ് 3 ഇൻറ്റു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇ റൈസ് ടു 8t എന്ന് പറഞ്ഞാൽ 1/s മൈനസ് c. ഇവിടെ ഇ റൈസ് ടു -t, അപ്പോൾ എയുടെ സ്ഥാനത്ത് എന്താ ഉള്ള -1. അപ്പോൾ ഈ ഫോമിലേക്ക് കൊടുക്കുമ്പോഴോ മൈനസ് ഓഫ് -1 എന്ന് പറയുന്നത് +1 ആവും. അപ്പോൾ അത് 1/s + 1. കാരണം ഇവിടെ എ എന്ന് പറയുന്നത് മൈനസ് ആണ്, ആ മൈനസ് ഇവിടെ വരുമ്പം എസ് മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആവുന്നതുകൊണ്ടാണ് 1/s + 1 എന്നാവുന്നത്. പ്ലസ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് 1 എന്തായിരുന്നു? ഫസ്റ്റ് ഫോമിൽ അതായിരുന്നു 1/s. അപ്പോൾ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് 1ൻ്റെ ആൻസർ 1/s. സോ അതിന് ഞാൻ 5/s. ഇത് വേണേൽ എൽസിയം എടുത്ത് സിംപ്ലിഫൈ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ നിർത്തിയിരുന്നാലും മതി. അപ്പോൾ നമ്മൾ ഒരു പ്രോബ്ലം ആയി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് 2t + 3² 2t + 3² എന്ന ലാപ്ലാസ് ട്രാൻസ്ഫോം ഫൈൻഡ് ചെയ്യണം. അപ്പോൾ ഈ തന്നേക്കുന്ന ആൾ എന്തുവാണ്? ഇതാണ് നമ്മുടെ എഫ് ഓഫ് ടി. അപ്പോൾ ഈ എഫ് ഓഫ് ടി ഇല്ലേ 2t + 3² എന്ന് പറഞ്ഞാൽ ഇതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? a + b² എന്ന് പറഞ്ഞാൽ a² + 2ab + b². അപ്പോൾ അതനുസരിച്ച് ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോഴേക്കും 4t² + 2ab, 2 × 3 6 × 2 12t പ്ലസ് 9 എന്ന് വന്നു. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് 2t + 3² എന്ന് പറഞ്ഞാൽ ഈസ് ഈക്വൽ ടു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് 4t² + 12t + 9. ലീനിയർ കോമ്പിനേഷൻ ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? 4 പുറത്തേക്ക് എടുക്കാം. 4 ഇൻറ്റു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് t² + 12 ഇൻറ്റു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് t പ്ലസ് 9 ഇൻറ്റു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് 1. അത് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് 9 എന്ന് പറയുന്നതിനെയാണ് 9 പുറത്തേക്ക് എടുത്തിട്ട് 9 ഇൻറ്റു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് 1 എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് t² ഫോർമുല ഉണ്ടായിരുന്നോ? ഇല്ല. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് t⁻n ഫോർമുല ഉണ്ടായിരുന്നു n⁴ x റൈസ് ടു n + 1. അപ്പോൾ അതനുസരിച്ചാണെങ്കിൽ ഇവിടെ t² n-ന്റെ സ്ഥാനത്ത് എന്താ കിടക്കുന്നത്? 2. അപ്പോൾ ഈ ഫോർമുല എങ്ങനെയാണ് വരേണ്ടത്? 4 ഇൻറ്റു 2 ഫാക്ടോറിയൽ
by x raised to 2 plus 1 എന്ന് പറഞ്ഞാൽ എന്താ x cube 2 plus 1 3 ആണ് അതാണ് ഞാൻ x cube എന്ന് എഴുതിയത് പ്ലസ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് t എന്തുവാണ് 1 by s സ്ക്വയർ അപ്പോൾ ആ ഫോമിൽ അവിടെ കൊടുക്കുമ്പോൾ 12 into 1 by s സ്ക്വയർ പ്ലസ് 9 into ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് 1 എന്താണ് 1 by s അപ്പോൾ 9 into 1 by s വേണേൽ ഒരിക്കൽ കൂടെ ഇതിനെ 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താ 2 അപ്പോൾ 4 into 2 എന്ത് വരും 8 by x cube പ്ലസ് 12 by s സ്ക്വയർ പ്ലസ് 9 by s വേണേൽ സിംപ്ലിഫൈ ചെയ്ത് എക്സ് ക്യൂബ് പിന്നെ LCM ആയിട്ട് എടുക്കാം മുകളിൽ ബാക്കി എഴുതാം പക്ഷേ ലാപ്ലാസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്ത് ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വീണ്ടും സിംപ്ലിഫൈ ചെയ്യണം നിർബന്ധമില്ല ഇവിടെ വെച്ച് വേണമെങ്കിലും ആൻസർ നിർത്താം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് cos square 2t അപ്പോൾ cos square 2tൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഫൈൻഡ് ചെയ്യാൻ പോവാണ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് cos square 2t അപ്പോൾ അതാ ക്വസ്റ്റ്യൻ അതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഫൈൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ L of cos square 2t ഫൈൻഡ് ചെയ്യണം അല്ലേ നമുക്ക് ഫോമുല cos square 2tയുടെ പഠിച്ചായിരുന്നോ ഇല്ല നമ്മൾ പഠിച്ചത് എന്തിൻ്റെ ഫോമുലയാണ് cos 80 പഠിച്ചു sin 80 പഠിച്ചു cos h80യും sin h80യും പഠിച്ചു cos square 2t എന്ന് പറയുന്ന ഫോമുല നമ്മൾ പഠിച്ചിട്ടില്ല അപ്പോൾ ട്രിഗണോമെട്രിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് cos square theta is equal to 1 plus cos 2 theta by the whole by 2 അതേപോലെയാണെങ്കിൽ സൈൻ സ്ക്വയർ തീറ്റയ്ക്ക് ഒരു ഫോമുല ഉണ്ടല്ലോ സൈൻ സ്ക്വയർ തീറ്റയുടെ ഫോമുല എന്തുവാ 1 മൈനസ് കോസ് 2 തീറ്റ ദ ഹോൾ ബൈ 2 ഈ ക്വസ്റ്റ്യൻ കോസ് സ്ക്വയർ 2t ആണ് അതുപോലെ സൈൻ സ്ക്വയർ 2t എന്നായിരുന്നെങ്കിൽ ഈ ഫോമുല യൂസ് ചെയ്യാം കോസ് സ്ക്വയർ 2t എന്നായതുകൊണ്ട് അവിടെ എന്ത് ഫോമുല യൂസ് ചെയ്യാം നമുക്ക് ഇവിടെ തീറ്റ എന്നുള്ള സ്ഥാനത്ത് ഇവിടെ ഉള്ളത് എന്താ 2t സോ ദിസ് ഇസ് ഈക്വൽ ടു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് 1 പ്ലസ് തീറ്റ വന്നപ്പോൾ ഇവിടെ അതിൻ്റെ 2 തീറ്റ എന്നാണ് വന്നത് മൾട്ടിപ്പിൾ ഓഫ് 2 ആണ് വന്നത് അപ്പോൾ 2tയുടെ മൾട്ടിപ്പിൾ വരുമ്പോൾ എങ്ങനെയാണ് 2 into 2t എന്ന് വരും അപ്പോൾ ഇത് കോസ് 4t ദ ഹോൾ ബൈ 2 ഈ 1/2 കോൺസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ പുറത്തേക്കിടാം ഇവിടെ ഒരു ലീനിയർ കോമ്പിനേഷൻ അല്ലേ അപ്പോൾ അതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പം L of 1 പ്ലസ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് കോസ് 4t എന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം അപ്പം നമുക്ക് ഫോമുല അറിയാം ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് 1 എന്തുവാണ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് 1 എന്ന് പറഞ്ഞാൽ 1/s ആണ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് കോസ് 80 എന്ന് പറയുന്നതോ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് കോസ് 80 എന്ന് പറഞ്ഞാൽ s/s സ്ക്വയർ പ്ലസ് a സ്ക്വയർ അപ്പോൾ അതാ പറയുന്ന റിസൾട്ടുകൾ ഓർത്തു വെച്ചിരുന്നാൽ മാത്രമേ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റത്തുള്ളൂ സോ ദിസ് ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് 1നെ 1/s എന്ന് എഴുതി ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് കോസ് 4t എന്നുള്ളതിന് s/s സ്ക്വയർ പ്ലസ് ഇവിടുത്തെ a എന്ന് പറയുന്ന 4 ആണ് അപ്പോൾ 4ൻ്റെ സ്ക്വയർ 16 നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ LCM എടുക്കാം അല്ലെങ്കിൽ ഇതിന് ഇവിടെ വെച്ച് നിർത്തിയാലും മതി വേണമെങ്കിൽ ഇത് വീണ്ടും സിംപ്ലിഫൈ ചെയ്ത് എഴുതാം വേണ്ട ഈ സ്റ്റെപ്പ് വെച്ച് നിർത്തിയാലും നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞില്ലേ ആൻസർ കംപ്ലീറ്റ് ആയി അപ്പോൾ കോസ് സ്ക്വയർ 2t ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങളൊന്ന് തനിയെ ചെയ്ത് നോക്കണം കോസ് സ്ക്വയർ എന്നുള്ളതിന് പകരം സൈൻ സ്ക്വയർ 3t എന്നായിരുന്നു ക്വസ്റ്റ്യൻ എങ്കിൽ എങ്ങനെ വരും ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് sin square 3t is equal to sin square 3t is equal to sin square theta is equal to 1 minus cos 2 theta by 2 അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് 1 minus cos 2 into ഇവിടുത്തെ തീറ്റ 3t ആണ് അപ്പോൾ 2 into 3t എന്ന് പറയുമ്പോൾ cos 60 by 2 ബാക്കി സെയിം പ്രൊസീജിയറാണ് അപ്പോൾ ഇതിൻ്റെ ബാക്കി നിങ്ങൾ തനിയെ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി അത് ഞാൻ ബാക്കി ചെയ്തു തരുന്നതാണ് Next question, Laplace transform of sin cube t. അപ്പോൾ sin cube t എങ്ങനെ എഴുതുക നമുക്ക് ഫോമുല അറിയാമല്ലോ സൈൻ ട്രിഗണോമെട്രിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് sin cube theta is equal to 1/4 into 3 sin theta minus sin 3 theta അപ്പോൾ സൈൻ ക്യൂബ് തീറ്റേൻ്റെ ഫോമുല പറഞ്ഞുകൊണ്ട് തന്നെ അവിടെ ഞാൻ കോസ് ക്യൂബ് തീറ്റേൻ്റെ ഫോമുല ഇവിടെ പറയട്ടെ കോസ് ക്യൂബ് തീറ്റേൻ്റെ ഫോമുല എന്തുവാണ് 1/4 into 3 cos theta plus cos 3 theta അപ്പം ഒരേ ഓർഡർ തന്നെയാണ് 3 sin theta മൈനസ് sin 3 theta ആണ് സൈൻ ക്യൂബ് തീറ്റ വരണമെങ്കിൽ കോസ് ക്യൂബ് തീറ്റയ്ക്കകത്ത് 1/4 into 3 cos theta plus cos 3 theta എന്നാണ് വരുന്നത് അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ സൈൻ ക്യൂബ് എന്നുള്ളതിന് വരെ കോസ് ക്യൂബ് ആണെങ്കിൽ ഈ ഫോമുല യൂസ് ചെയ്യണം ഇവിടെ ഇപ്പോൾ സൈൻ ക്യൂബ് തീറ്റയ്ക്ക് വരാൻ t തന്നെയല്ല അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ സോ ദിസ് ഇസ് ഈക്വൽ ടു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് 1/4 into സൈൻ ക്യൂബ് ടിയുടെ ഫോമുല 3 sin t മൈനസ് സൈൻ 3t ഇവിടെ നമുക്ക് 1/4 കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് പുറത്തേക്ക് എടുക്കാം
ലാപ്ലാസ് ട്രാൻസ്ഫോമിനെ സ്പ്ലിറ്റ് ചെയ്ത് ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് അകത്തേക്ക് എടുക്കുമ്പോൾ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് 3 sin t 3 കോൺസ്റ്റന്റ് സോ അതിനെ പുറത്തിടാം 3 ഇൻറ്റു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് sin t മൈനസ് ഓഫ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് sin 3t. ഓക്കെ, അപ്പോൾ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ എ ടി എന്താണെന്ന് നമുക്കറിയാം. സൈൻ എ ടി എന്ന് പറഞ്ഞാൽ എ ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ്. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ എ ടി ഈസ് എ ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഇക്വേഷനകത്ത് 1/4 ഇൻറ്റു 3 ഇൻറ്റു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ ടി, എയുടെ സ്ഥാനത്ത് ഇവിടെ എന്താ 1. അപ്പോൾ ഈ ഫോമിലേക്ക് കൊടുക്കുമ്പോൾ 1/x സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ദാറ്റ് ഈസ് 1 മൈനസ് ഓഫ് അടുത്തത് എന്താ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ 3t, അവിടെ എയുടെ സ്ഥാനത്ത് എന്താ ഉള്ളത് 3. അപ്പോൾ ഈ ഫോമിലേക്ക് കൊടുക്കുമ്പോൾ എങ്ങനെയാണ് വരുന്നത് 3/x സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ എന്ന് പറയുന്നത് 9. സോ ഇതിന് ഒന്നുകൂടെ വേണമെങ്കിൽ 1/4 ഇൻറ്റു 3/x സ്ക്വയർ പ്ലസ് 1 മൈനസ് 3/x സ്ക്വയർ പ്ലസ് 9 എന്ന് എഴുതാം. വേണമെങ്കിൽ എൻ്റെ LC എടുക്കാം, അല്ലെങ്കിൽ 3 കോമൺ ആയിട്ട് എടുത്തിട്ട് 3/4 ഇൻറ്റു എന്ന് പറഞ്ഞ് എഴുതി നിർത്താം. അത്രയ്ക്ക് എഴുതണമെന്ന് നിർബന്ധമില്ല. നമുക്ക് ലാപ്ലാസ് ട്രാൻസ്ഫോം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ടിയിൽ തന്നേക്കുന്ന എസിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിയുമ്പോഴേ നമ്മുടെ ആൻസർ ആവുന്നു. പിന്നെ അത് സിംപ്ലിഫിക്കേഷൻ നിർബന്ധമില്ല. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ മാത്രം അവർ പറഞ്ഞേക്കുന്ന ലാസ്റ്റ് സ്റ്റെപ്പ് വരെ എത്തിയാൽ മതി. ഓക്കെ, അപ്പോൾ സൈൻ ക്യൂബ് ടി പോലെ നിങ്ങൾക്കൊന്ന് തനിയെ ചെയ്യാനായിട്ട് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് കോസ് ക്യൂബ് 2t. അപ്പോഴേ ആ ഫോമിൽ യൂസ് ചെയ്തത് എങ്ങനെയായിരിക്കും ആദ്യത്തെ സ്റ്റെപ്പ് മാത്രം ഞാൻ ഒന്ന് പറയാം. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് 1/4 ഇൻറ്റു നോക്കിക്കോളാം, ഇവിടെ തീറ്റ, പക്ഷെ ഇവിടെ തീറ്റയ്ക്ക് പകരം 2t ആവുള്ളത്. അപ്പോൾ 1/4 ഇൻറ്റു 3 കോസ് 2t പ്ലസ് കോസ് 3 തീറ്റ. തീറ്റ എന്ന് പറയുന്നത് ഇവിടെ 2t. അപ്പോൾ 3 ഇൻറ്റു 2 എത്രയാണ് വരുന്നത് 6t. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ബാക്കി ഇതേപോലെ പ്രൊസീജിയർ കോസിൻ്റെ ഫോമുല അവിടെ വരേണ്ടത്. കോസിൻ്റെ ഫോമുല എന്തുവാണ് s/s സ്ക്വയർ പ്ലസ് a സ്ക്വയർ. അപ്പോൾ ബാക്കി നിങ്ങൾ അത് സോൾവ് ചെയ്യുക. ഡൗട്ട് എന്തെങ്കിലും കമൻറ്റ് ചെയ്താൽ മതി, അതിൻ്റെ ആൻസർ ഞാൻ പ്രൂവ് ചെയ്ത് തരുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ 4t ഇൻറ്റു കോസ് 2t. സൈൻ 4t ഇൻറ്റു കോസ് 2t. അപ്പോൾ ഇവിടെ നമുക്ക് ലാപ്ലാസ് ട്രാൻസ്ഫോം ഫൈൻഡ് ചെയ്യണം. സൈൻ 4t ഇൻറ്റു കോസ് 2t പ്രോഡക്റ്റ് ആണ്. നമുക്ക് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ 4t എന്ന് വന്നാൽ ചെയ്യാൻ ഫോമുല അറിയാം. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് കോസ് 2t എന്ന് തനിച്ച് ചോദിച്ചാലും ഫോമുല എഴുതാൻ അറിയാം. ബട്ട് പ്രോഡക്റ്റ് ആയിട്ട് വന്നാൽ ചെയ്യാനായിട്ട് ഫോമുല ഉണ്ടോ? ഇല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യാം? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഒരു ഐഡൻറ്റിറ്റി. എന്തുവാന്ന് പറഞ്ഞാൽ സൈൻ എ കോസ് ബി. സൈൻ എ കോസ് ബി എന്തുവാണ്? സൈൻ എ കോസ് ബി ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് സൈൻ എ പ്ലസ് ബി പ്ലസ് സൈൻ എ മൈനസ് ബി. ഇങ്ങനൊരു ഫോമുല പഠിച്ചിട്ടുണ്ട് ഇല്ലേ? അതേപോലെ സൈൻ എ കോസ് ബി എന്നല്ല, ഇത് കോസ് എ സൈൻ ബി എന്നായിരുന്നെങ്കിലോ? കോസ് എ സൈൻ ബി എന്നായിരുന്നെങ്കിൽ ഈ ഫോമുല എങ്ങനെ മാറും? 1/2 ഇൻറ്റു സൈൻ എ പ്ലസ് ബി മൈനസ് സൈൻ എ മൈനസ് ബി. അടുത്തെന്താ ഫോമുല? കോസ് എ കോസ് ബി. കോസ് എ കോസ് ബി എന്നാണ് ഫോമുല എങ്കിൽ ദിസ് ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു കോസ് എ പ്ലസ് ബി പ്ലസ് കോസ് എ മൈനസ് ബി. ഇനി ഒരു ഫോമുല ഇവിടെ ഉണ്ട്, അതാണ് സൈൻ എ സൈൻ ബി. ദാറ്റ് ഈസ് ഈക്വൽ ടു, അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതുവരെ വന്ന എല്ലാ ഫോമുലയ്ക്കകത്ത് ആദ്യം എ പ്ലസ് ബി, രണ്ടാമത് വന്നത് എ മൈനസ് ബി. ബട്ട് സൈൻ എ സൈൻ ബി എന്ന് പറയുന്ന ഫോമുലയ്ക്കകത്ത് മാത്രം ഞാൻ ആദ്യം എ മൈനസ് ബി എഴുതുക. കോസ് എ മൈനസ് ബി മൈനസ് ഓഫ് കോസ് എ പ്ലസ് ബി. അപ്പോൾ ആ ഫോമുല ഒന്ന് ഓർത്ത് വെച്ചേക്കാം, അത് നമ്മൾ തെറ്റിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും ഫോമുല അറിയാമെങ്കിൽ ഇതുപോലത്തെ പ്രോഡക്റ്റ് ഏത് ചോദിച്ചാലും, ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ സൈൻ 4t ഇൻറ്റു കോസ് 2t എന്നാണ് ചോദിച്ചാൽ, ഇത് വേണമെങ്കിൽ കോസ് 4t ഇൻറ്റു കോസ് 2t എന്ന് ചോദിച്ചാലോ, അല്ലെങ്കിൽ കോസ് 2t ഇൻറ്റു സൈൻ 4t എന്ന് ചോദിച്ചാലോ, ഇനി സൈൻ 4t ഇൻറ്റു സൈൻ 2t എന്ന് ചോദിച്ചാലോ, നമുക്ക് ഈ റിസൾട്ടുകൾ യൂസ് ചെയ്താൽ പോരെ. ഇപ്പോൾ ഈ റിസൾട്ട് യൂസ് ചെയ്ത് ഇതുപോലത്തെ ഏത് പ്രോബ്ലം ചോദിച്ചാലും നമുക്ക് ചെയ്യാം. അത് ഏത് കോമ്പിനേഷനിൽ ചോദിച്ചാലും, ഈ പറഞ്ഞിരിക്കുന്ന ഏത് കോമ്പിനേഷനിൽ ചോദിച്ചാലും ഈ 4 റിസൾട്ട് പഠിച്ച് വെച്ചിരുന്നത് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോഴേ ഇയാളെ നമുക്ക് എഴുതാം. സോ ദിസ് ഇസ് ഈക്വൽ ടു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ 4t ഇൻറ്റു കോസ് 2t. ഇനി ഒരു കാര്യം കൂടെ പറയാം, നമ്മളെപ്പോഴും വലിയ ആളെ എ എന്ന് എടുക്കുക, അല്ലാത്ത ആളെ ബി എന്ന് എടുക്കുക. അപ്പം ചിലർ ചോദിക്കുമല്ലോ ഇവിടെ കോസ് 2t ഇൻറ്റു സൈൻ 4t എന്ന് എടുത്തൂടെയെന്ന്. എടുക്കാം, രണ്ടാമത്തെ ഫോമിൽ യൂസ് ചെയ്താൽ മതി. ബട്ട് അവിടെ 2t മൈനസ് 4t എന്ന് പറയുമ്പോൾ സൈൻ ഓഫ് മൈനസ് തീറ്റ വരും. അങ്ങനത്തെ കേസിൽ സൈൻ ഓഫ് മൈനസ് തീറ്റ മൈനസ് സൈൻ തീറ്റയാണെന്ന് കൂടെ ഒന്ന് ഓർത്ത് വയ്ക്കണം. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് എ എന്ന് പറയുന്നത് വലിയ ക്വാണ്ടിറ്റി എടുക്കുക. അപ്പോൾ ആ എ മൈനസ് ബി ഒരിക്കലും നെഗറ്റീവ് വരത്തില്ല നമുക്ക്. വന്നാലും കുഴപ്പമില്ല. സൈൻ ഓഫ് മൈനസ് തീറ്റ എന്തുവാണ്? മൈനസ് സൈൻ തീറ്റയാണ്.
അതിൽ കോസ് ഓഫ് മൈനസ് തീറ്റ എപ്പോഴേലും വരുവാണെങ്കിൽ അത് കോസ് തീറ്റയാണ്. ഈ ഒരു കാര്യം ഓർത്തിരിക്കാന്നുള്ളവർക്ക് അത് ഏത് ഓർഡറിൽ എടുത്താലും കുഴപ്പമില്ല. വലിയ വാല്യൂവിനെ എ എന്ന് പറഞ്ഞ് എടുക്കുവാണെങ്കിൽ ഈ ഒരു പ്രശ്നം വരത്തുമില്ല. ഓക്കെ, അപ്പോൾ ഇനി ഫോമുല യൂസ് ചെയ്യുവാണെങ്കിൽ sin 4t ഇൻറ്റു കോസ് 2t എന്ന് പറയുമ്പോൾ ഈ ഫോമുല യൂസ് ചെയ്തിട്ട് 1/2 ഇൻറ്റു sin a plus b, that is sin 4t plus 2t plus sin a minus b, that is 4t minus 2t. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. 1/2 കോൺസ്റ്റന്റ് ആയിട്ട് അതിനെ അങ്ങ് പുറത്തേക്ക് എടുത്തു. ലാപ്ലാസ് ട്രാൻസ്ഫോം കൊടുക്കാനായിട്ട് ബ്രാക്കറ്റ് ഇട്ടെ. ദെൻ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് sin 4t plus 2t എന്തുവാ? sin 4t plus 2t എന്ന് പറയുന്നത് sin 6t. ഈ പ്ലസ് ഇട്ടു. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് sin 4t minus 2t എന്ന് പറഞ്ഞാൽ sin 2t. ഓക്കെ, ഇനി നമുക്ക് അറിയാമെന്നുള്ള ഫോമുല കിട്ടിയില്ലേ? ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് sin 80 എന്തുവാണ്? a ബൈ ആണോ എസ് ബൈ ആണോ? സൈൻ വരുമ്പോൾ എപ്പോഴും ഓർക്കുക കോൺസ്റ്റന്റ് ബൈ ആണ്. സോ a ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഈ ഫോമുല ഇവിടെ യൂസ് ചെയ്താൽ പോരെ? അപ്പോൾ ഫസ്റ്റ് ലാപ്ലാസ് ട്രാൻസ്ഫോമിനകത്ത് എയുടെ സ്ഥാനത്തുള്ളത് എന്തുവാണ്? 6 ആണ്. സോ അത് 6 ബൈ എക്സ് സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ 36 പ്ലസ് അടുത്ത് sin 2t എയുടെ സ്ഥാനത്ത് എന്താ ഉള്ളത്? 2 ആ ഉള്ളത്. സോ അത് 2 ബൈ എക്സ് സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ, ദറ്റ് ഈസ് 4. സോ ആൻസർ ആയി. വേണമെങ്കിൽ ഇതിനെ നമുക്ക് വീണ്ടും സിംപ്ലിഫൈ ചെയ്യാം. എക്സ് സ്ക്വയർ പ്ലസ് 36 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 4 എന്നൊക്കെ ഡിനോമിനേറ്ററിൽ എടുത്തിട്ട് മുകളിലൊന്നുകൂടെ ഭംഗിയാക്കി എഴുതാം. പക്ഷേ വേണ്ട, നമുക്കിത് ടൈം ഡൊമെയിനെ ഫ്രീക്വൻസി ഡൊമെയിനിലാക്കുമ്പോൾ എസിലോട്ട് കൺവേർട്ട് ചെയ്ത് ആൻസർ കംപ്ലീറ്റ് ആക്കി നിർത്തിയാൽ മതി. ഇനി ഇതേപോലൊരു ക്വസ്റ്റ്യൻ, ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് 3 ഇൻറ്റു sin 5t sin 3t sin a sin b ഏറ്റവും ലാസ്റ്റ് ഫോമിൽ, അതുകൊണ്ട് അതൊന്നുകൂടെ എഴുതി കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയേ, എ ആയിട്ട് ഞാൻ എടുക്കുന്ന 5t, ബി ആയിട്ട് ഞാൻ ചൂസ് ചെയ്യുന്നത് 3t, വലുതും ചെറുതും എന്നുള്ള രീതിയിൽ തന്നെ. സോ ദിസ് ഈസ് ഈക്വൽ ടു, ഈ 3നെ ഞാൻ പുറത്തിട്ടു. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് sin a sin b ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു കോസ് a മൈനസ് b കോസ് 5t മൈനസ് 3t minus of cos a plus b, that is cos 5t plus 3t. bracket close ചെയ്തു. that is equal to, ഈ 1/2 നെ കൂടി പുറത്തേക്ക് എടുത്താൽ 3/2 ഇൻറ്റു ഇത് സ്പ്ലിറ്റ് ചെയ്തെടുക്കുമ്പോൾ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് cos 5t minus 3t is 2t minus of cos 5t plus 3t is Laplace transform of cos 5t plus 3t is 8t. ഓക്കെ, അപ്പോൾ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് കോസ് 80 എന്തുവാണ്? കോസ് 80 എന്ന് പറയുന്നത് എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ആ ഫോമുല ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ 3/2 ഇൻറ്റു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് കോസ് 80 എന്ന് പറയുന്നത് എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് അവിടെ എ എന്ന് പറയുന്നത് 2 ആണ്, 2 ഇൻറ്റു സ്ക്വയർ 4 മൈനസ് ഓഫ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് കോസ് 80 എന്ന് പറയുന്നത് എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ 64. സോ ആൻസർ കംപ്ലീറ്റ് ആയി. ഇവിടെ നിർത്താം. അപ്പോൾ ഇതുപോലെ ഏത് പ്രോഡക്റ്റ് ചോദിച്ചാലും കോസ് എ സൈൻ ബിയോ കോസ് എ കോസ് ബിയോ എങ്ങനെ വന്നാലും നമുക്ക് ഈ 4 ഫോമുല ഓർത്തിരുന്ന ഇതുപോലത്തെ പ്രോബ്ലം ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് കോസ് h സ്ക്വയർ 2 തീറ്റ. അപ്പോൾ കോസ് h സ്ക്വയർ 2 തീറ്റ ഇല്ല, സോറി 2t. അപ്പോഴേക്കും നമുക്ക് അതിൻ്റെ ഫോമുല അറിയാവോ? ഇല്ല. കോസ് h സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ 1 പ്ലസ് കോസ് h 2 തീറ്റ ബൈ 2 ആണ്. കോസ് സ്ക്വയർ തീറ്റ 1 പ്ലസ് കോസ് 2 തീറ്റ ബൈ 2 ഇല്ലേ? അപ്പോൾ അതേ ഫോമുലയിനകത്ത് h ഇവിടെ വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതേപോലെ സൈൻ h സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ 1 മൈനസ് കോസ് 2 തീറ്റയാണ് സൈൻ സ്ക്വയർ തീറ്റേൻ്റെ ഫോമുല. 1 മൈനസ് കോസ് 2 തീറ്റ ബൈ 2. പക്ഷേ ഇത് വ്യത്യാസമുണ്ട്. കോസ് h 2 തീറ്റ മൈനസ് 1 ബൈ 2, അവിടെ ഒരു വ്യത്യാസമുണ്ട്. ആദ്യം കോസ് h 2 തീറ്റ എഴുതണം. അപ്പോൾ ഇതിനെ സോൾവ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് കോസ് h സ്ക്വയർ 2t ഈ ഫോമുല യൂസ് ചെയ്ത് എങ്ങനെ എഴുതാം? 1 പ്ലസ് കോസ് h, ഇവിടെ 2t ആണുള്ളത്. അപ്പോൾ 2 ഇൻറ്റു തീറ്റ 2t വരുമ്പോഴേക്കും അത് 4t ബൈ ദ ഹോൾ ബൈ 2. ഇവിടെ 1/2 നമുക്ക് പുറത്തേക്ക് എടുത്തുവിടെ. 1/2 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കി ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് 1 പ്ലസ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് കോസ് h 4t. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് കോസ് h 80 എന്തുവാണ്? എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് അല്ല മൈനസ് എ സ്ക്വയർ. അപ്പോൾ കോസ് 80യുടെ ഫോമുല പോലെ തന്നെ എസ് ബൈ എക്സ് സ്ക്വയറും എ സ്ക്വയറും ഒക്കെ ഉണ്ട്. ബട്ട് നടുക്കുള്ള സിമ്പിൾ മൈനസ് ആണ്. അപ്പോൾ ഇനി ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് 1 എന്തുവാണ്? 1/s. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ ദിസ് ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് 1 എന്ന് പറയുന്നത് 1/s ഉം കോസ് h 80 എന്നുള്ളത് എസ് ബൈ
എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്നുമായി മാറി. ആൻസർ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇതേപോലെ വേണമെങ്കിൽ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് കോസ് എച്ച് സ്ക്വയർ എന്നുള്ളതിന് പകരം സൈൻ എച്ച് സ്ക്വയർ ടി എന്ന അല്ലെങ്കിൽ സൈൻ എച്ച് സ്ക്വയർ 3t എന്നാണെങ്കിൽ ക്വസ്റ്റ്യൻ എങ്ങനെ ഈ ഫോമുല യൂസ് ചെയ്ത് എങ്ങനെ എഴുതാം? ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് കോസ് എച്ച് 2 ഇൻറ്റു ഇവിടുത്തെ തീറ്റ 3t ആണ്. അപ്പോൾ 2 ഇൻറ്റു 3t എന്ന് പറഞ്ഞാൽ 6t മൈനസ് 1 ദ ഹോൾ ബൈ 2. ബാക്കി സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ എല്ലാ ട്രിഗണോമെട്രി റിസൾട്ട് വന്നിട്ടുള്ള ഫോമുലയും ലീനിയർ കോമ്പിനേഷനകത്ത് നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇന്ന് നമ്മൾ ചെയ്തത് ലീനിയാരിറ്റി പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻസിനെല്ലാം ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി കുറേ പ്രോബ്ലത്തിനകത്ത് യൂസ് ചെയ്തു. അപ്പോൾ ആ ഒരു 4 ഫോമുല കുറച്ച് ഫോമുലാസ് ഞാൻ ഇവിടെ പറഞ്ഞു തന്നായിരുന്നു. ആ ഫോമുല നല്ലോണം അറിഞ്ഞാൽ മാത്രമേ ഇനി അങ്ങോട്ടുള്ള പ്രോബ്ലം ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് എല്ലാ ട്രിഗണോമെട്രിക് റിസൾട്ടും വേണ്ട. ഇന്ന് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് അത്രയും റിസൾട്ട് അറിയാമെങ്കിൽ തന്നെ ബാക്കിയുള്ള പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന അടുത്ത പ്രോപ്പർട്ടിയാണ്. ആ പ്രോപ്പർട്ടിയുടെ പേര് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. അപ്പോൾ അതാണ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക.